ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ അറ്റോമിക് സ്ട്രക്ചർ എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇറ്റ് ഈസ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ. അത് ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറട്ടിക്കൽ റിസൾട്ടാണ്. കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കറസ്പോണ്ടൻസ് ആണ് കാണിക്കുന്നത്. അതായത് ക്വാണ്ടം ഫിസിക്സും ക്ലാസിക്കൽ ഫിസിക്സും തമ്മിലുള്ളൊരു കറസ്പോണ്ടൻസ് ആണ് അത് കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ക്വാണ്ടം ഫിസിക്സ് ക്ലാസിക്കൽ ഫിസിക്സിനേക്കാൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ അപ്രോച്ചും എല്ലാം. മൈക്രോ വേൾഡിൻ്റെ കേസിൽ നമ്മുടെ സെൻസുകൾക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു വേൾഡിൻ്റെ കേസിൽ അതാണ് മൈക്രോ വേൾഡ്. വി കനോട്ട് സീ തിങ്സ്, വി കനോട്ട് ഫീൽ തിങ്സ്, വി കനോട്ട് ഈവൻ ടച്ച് തിങ്സ് in micro world. So in micro world only theoretical manipulations are possible. So it will not give, this classical physics will not give the results as in macro world. In any experiment we consider, you can apply both classical physics and quantum physics to those experiments or to the results of those experiments, but if that experiment is performed in the micro world, application of classical physics for that will not give the correct answer. So in order to obtain a correct result for a particular thing, for a particular system, for a particular measurement in micro world, you should apply quantum physics. That is the very important thing to be noted about quantum physics. So is there any relation or is there anything that connects this classical physics to quantum physics? അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടു, അതായത് ബേസിക് റിക്വയർമെൻറ്റ് ഇസ് ട്രൂ ഫോർ ദ വേവ് തിയറി ഓഫ് മൂവിങ് ബോഡീസ്. ഓക്കെ, അതായത് നമ്മൾ വേവ് തിയറി ആയാലും പാർട്ടിക്കിൾ തിയറി ആയാലും രണ്ടിൻ്റെയും കേസിൽ ഏറ്റവും ബേസിക്കായി പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ഇനി ഇപ്പോൾ നമ്മൾ ബോർ മോഡലിൻ്റെ കേസാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പോൾ ആ ബോർ മോഡലിൻ്റെ സക്സസ്സും ഏത് രീതിയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്, ബോർ മോഡൽ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്തത്, ഒരു വേവ് തിയറി അല്ലെങ്കിൽ ഡ്യുവൽ നേച്ചർ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് അതിൻ്റെ സക്സസ് ഉണ്ടായിട്ടുള്ളത്. കാരണം വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ അവിടെ കൺസിഡർ ചെയ്തു, അല്ലേ? വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ വേവ് ലെങ്ത് ആണ്, ഒരു ഇലക്ട്രോൺ ഓർബിറ്റ് ചെയ്യുന്ന ഓർബിറ്റിൻ്റെ സർക്കംഫറൻസ്, അതല്ലെങ്കിൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദാറ്റ് ഇലക്ട്രോൺ വേവ് ലെങ്ത് ആണ് അതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ആ രീതിയിലായിരുന്നു ബോർ മോഡൽ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ബോർ മോഡൽ ഒരു സക്സസ്ഫുൾ മോഡലായിട്ട് മാറിയത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസെപ്റ്റിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് നമ്മൾ ഇനി ഈസ് ദർ എനി കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദിസ് ക്വാണ്ടം ആൻഡ് ക്ലാസിക്കൽ ഫിസിക്സ്, ഈസ് ദർ എനി റീജിയൻ വേർ ക്വാണ്ടം ഫിസിക്സ് അപ്രോച്ചസ് ദ റിസൾട്ട്സ് ഓഫ് ക്ലാസിക്കൽ ഫിസിക്സ്. അതാണ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ക്ലാസിക്കൽ ഫിസിക്സും ക്വാണ്ടം ഫിസിക്സും ഏകദേശം ഒരേ റിസൾട്ട് തരുന്ന റീജിയൻ ഉണ്ടോ, വെദർ ഇറ്റ് ഈസ് മൈക്രോ വേൾഡ് ഓർ ഇറ്റ് ഈസ് മാക്രോ വേൾഡ്, ഓർ ഈസ് ദർ എനി അതർ റീജിയൻ വേർ ദേ ബോത്ത് കോയിൻസൈഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ തിങ് ദറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് നൗ. അതിനുവേണ്ടി നമ്മൾ വളരെ ചെറിയൊരു എക്സാമ്പിളാണ് കൺസിഡർ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, when an electron is moving in a circular orbit, it will not radiate anything, but it will radiate when it moves from one orbit to another. And according to electromagnetic theory, an electron moving in a circular orbit radiate electromagnetic waves whose frequencies are equal to its frequency of revolution. ഓക്കെ, അതായത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഒരു ഇലക്ട്രോൺ റേഡിയേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, ദാറ്റ് ഇലക്ട്രോൺ, the electromagnetic radiation emitted by this electron will be equal to the frequency of revolution. That is the thing. So here this frequency is different, frequency of revolution. So according to electromagnetic theory, if an electron is radiating an electromagnetic wave, the frequency of that electromagnetic wave will be equal to
the frequency of revolution of that electron around that circular orbit, or integral multiple, or equal to or integral multiple of the frequency of revolution. That is the theory. Now in hydrogen atom, you are considering this hydrogen atomത്തിൻ്റെ കേസിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിറൈവ് ചെയ്തു. എനർജി എന്താണ്, ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ദെൻ ടോട്ടൽ എനർജി, വാട്ട് ഇസ് ഓർബിറ്റൽ റേഡിയസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിറൈവ് ചെയ്തു. സോ ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം, വെൻ ഇലക്ട്രോൺ ഈസ് മൂവിങ് അറൗണ്ട് or orbit, this electron will have a speed, electron velocity is derived, and this expression was, I hope you all remember that, 4 pi epsilon 0 mi, E divided by square root of 4 pi epsilon 0 mr is the expression for the velocity. Now r is the radius of the orbit. ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഈ ഒരു ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരികയാണ്. റെവല്യൂഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഇലക്ട്രോൺ സ്പീഡ് ഡിവൈഡഡ് ബൈ ഓർബിറ്റ് സർക്കംഫറൻസ്. കറക്റ്റ്, ഓർബിറ്റ് സർക്കംഫറൻസ്. ഇലക്ട്രോൺ സ്പീഡ് ഡിവൈഡഡ് ബൈ ഓർബിറ്റ് സർക്കംഫറൻസ്. നമ്മൾ സാധാരണ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം വെലോസിറ്റി ആയിട്ടാണ് നമുക്ക് കിട്ടുക, അല്ലേ? എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂഷ്വലി വി വിൽ മെഷർ ഇറ്റ് ആസ് 1/t. ഒരു സർക്കുലർ മോഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീരിയഡിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. സോ 1/t വിൽ ബി ഒബ്റ്റെയിൻഡ് ആസ് ദ ഫ്രീക്വൻസി. ഇവിടെയും നമ്മൾ അതേ തിയറി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോൺ സ്പീഡ് ഡിവൈഡഡ് ബൈ orbit circumference. If you are doing orbit circumference by electron speed, what will you get? The time of revolution. We want to get 1/t, so you are just taking inverse, electron speed divided by v by r. Okay, orbit circumference is 2 pi r, not r, it is 2 pi r, and this is electron speed is velocity. V divided by 2 pi r will give you 1/t, and that will be the frequency of revolution. So rewriting it in terms of the velocity v and 2 pi r, we will be getting an equation is equal to v divided by 2 pi r. Now we know that v is given by e by square root of 4 pi epsilon 0 mr. Rewriting it according to that, using that equation, you will be getting e divided by 2 pi square root of 4 pi epsilon 0 m r cube. What happened? This r is taken into the square root, r square, it will become r square, then there is an r here, so altogether it will become e square e divided by square root of 2 pi, e divided by 2 pi into square root of 4 pi epsilon 0 mr cube. So that is the expression that we are getting. Now let radius, we are considering a particular stable orbit. Let Rn be the orbital radius of nth shell or nth orbit. Nth stable energy level in the radius on Rn. So we have studied that expression for Rn is equal to n square h square epsilon 0 divided by pi m e square. This we have derived in the last class, that is radius of the nth orbit of any atom is given by Rn is equal to n square h square epsilon 0 by pi m e square, where n is a principal quantum number and all else are constants. Okay, so idana Rn inulla expression. So what we have here is the expression for frequency, e divided by 2 pi root of 4 pi epsilon 0 mr cube, and we have what the expression for r, that is Rn is equal to n square h square epsilon 0 by pi m e square. Now you can apply this value of Rn into this equation. So this r cube, instead of that r cube you can write that. So f is equal to e divided by 2 pi square root of 4 pi epsilon 0 m and r cube. Here r is n square h square epsilon 0 by pi m e square the whole cube. So this is the expression. Now we can simplify this expression and you can do it of your own. I'm just taking some terms into the RHS, sorry, not to numerator.
that is pi m e square the whole cube can be taken to the numerator. So this equation will become e square pi m e square pi m e square the whole cube, pi m e square the whole cube, this is e itself, divided by 2 pi square 2 square pi square 4 pi epsilon 0 m n square h square epsilon 0 the cube. Then again simplifying, e raised to 8 m cube divided by 16 epsilon 0 raised to 4, then n raised to 6, opening the brackets, n square whole cube n raised to 6, then h raised to 6 epsilon 0 raised to 4 by cancelling out the epsilon 0 you will be getting epsilon 0 raised to 4. So if f is equal to f എന്താണെന്നാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്, f is equal to ഒരു 2 കൊണ്ട് മുകളിലും താഴെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക ഇതിനെ, അതായത് നമുക്കൊരു ആവശ്യമുള്ള ഫോമിലേക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിവിടെ കിട്ടുന്ന ആ ഒരു സ്റ്റെപ്പും കൂടി ചെയ്തിട്ടാണ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നത് ഞാൻ. സോ ഐ എം ഗെറ്റിംഗ് ഇ റേസ് ടു 4 divided by m divided by e raised to 4 into m divided by 4 n cube h cube epsilon 0 square 2 by 2. ഇത് ഞാൻ അതേമാതിരി കാണിക്കുകയാണ്, ജസ്റ്റ് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ 2. അതുകൊണ്ട് വലിയ ഹാം ഒന്നും വരുന്നില്ല നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിന്, ജസ്റ്റ് അറിയാവുന്നൊരു ഫോമിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു നമുക്കിതിലെ ഈ എൻ ക്യൂബ് ഒഴികെ, അതായത് ഈ എൻ ക്യൂബിനെ മാത്രം പുറത്തേക്ക് എടുക്കുക, ഈ മുകളിലുള്ള 2ഉം ഈ എൻ ക്യൂബിനെയും ഇങ്ങോട്ട് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഈ 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 8 വരും. സോ ഇറ്റ് വിൽ ബിക്കം m e raised to 4 by 8 h square epsilon 0 square. അത് നമുക്ക് അറിയാവുന്ന ഒരു ടേമാണ്. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ദ എനർജി. ഓക്കെ, സോ ഇറ്റ് ഈസ് മൈനസ് E1 ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം. അത് ഈ വാല്യൂ ആണ്, m e raised to 4 divided by 8 epsilon 0 square. ഓക്കെ, എച്ച് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എച്ച് ക്യൂബ് ഉണ്ട്, അപ്പോൾ അതിനെ നമ്മളിവിടെ E1 ഡിവൈഡ് ബൈ എച്ച് എന്നിട്ടു. നമ്മൾ എച്ച് സ്ക്വയറിന് മാത്രമേ E1 എന്ന് കൊടുത്തിട്ടുള്ളൂ. സോ ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു ബാക്കി വരുന്ന ടേം ഈ 2 അതിന് ആവശ്യമില്ല, അത് നമ്മൾ ഇവിടെ വേറെ എഴുതി ഡിവൈഡ് ബൈ എൻ ക്യൂബ്. സോ ഇതിൽ E1 ആയി എഴുതാവുന്ന ടേംസിനെ മാത്രം, അപ്പോൾ അങ്ങനെ ഇവിടെ 8 എന്ന് കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. സോ അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ചെയ്തു, ആ 2 ഇവിടെ അതേപോലെ എഴുതി. സോ വാട്ട് ഐ ആം ഒബ്റ്റെയിനിങ്, ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് എൻ ഇലക്ട്രോൺ അറൗണ്ട് ദ ന്യൂക്ലിയസ് അലോങ് പെർട്ടിക്കുലർ ഓർബിറ്റ് ഈസ് ഗിവൺ ബൈ -E1 ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു 2 ബൈ എൻ ക്യൂബ്. Okay, hope this much is clear for you. So അപ്പോൾ ഫ്രീക്വൻസിയുടെ കാര്യം ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു എക്സ്പ്രഷൻ. അപ്പോൾ ഇത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഫ്രീക്വൻസി ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ കൺസെപ്റ്റ് വെച്ചിട്ടാണ്. സോ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ തിയറിയാണ്. സോ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ തിയറി ദ ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോൺ, ദറ്റ് ഈസ് ഫ്രീക്വൻസി ഓഫ് radiation that is emitted as a result of the motion of this electron is given by f is equal to -E1 divided by h into 2 by n cube. ഇത് നമുക്ക് അറിയേണ്ടത് ബോർ തിയറി അല്ലെങ്കിൽ ഒരു ബോർ ആറ്റം when it behave classically എന്നുള്ളതാണ്. You know that Bohr atom is a quantum mechanical system. Under what circumstances should the Bohr atom behave classically? That is the thing that we have to know. If the electron orbit is very large, we might be able to measure it directly. Okay, so when this electron orbit is very large, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ n equal to 2, n equal to 3, n equal to 4 എന്ന് പറയുന്നതൊന്നുമല്ല. ഇലക്ട്രോൺ ഓർബിറ്റ് വളരെ വലുതാണെങ്കിൽ, if it is above 300 or 400 or something like that, അത്രയും വലിയ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉള്ള ഓർബിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് എന്തെന്ന് പറയാം, ആ സിസ്റ്റം വളരെ വലുതാണ്. സോ ഇറ്റ് മേ അപ്രോച്ച്
ക്ലാസിക്കൽ തിയറി. ഓക്കെ, എത്രയും ചെറുതാവുന്നോ അത്രയും ക്വാണ്ടം ഇഫക്റ്റ് ഡോമിനേറ്റ് ചെയ്യും. എത്രയും വലുതാവുന്നോ സിസ്റ്റം അവിടെയൊക്കെ ക്വാണ്ടം ഇഫക്റ്റ് ഡോമിനേറ്റ് ചെയ്യില്ല. So an orbit which is 0.01 millimeter across. So I am going to consider a very large quantum number of ഹൈഡ്രജൻ ആറ്റം. അതായത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വളരെ വലിയൊരു ക്വാണ്ടം നമ്പർ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. യൂഷ്വലി ഹൈഡ്രജൻ ആറ്റം n=1 സ്റ്റേറ്റിൽ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആകുമ്പോൾ n=2, n=3, n=4 എന്നിങ്ങനെ എക്സിസ്റ്റ് ചെയ്യുമെങ്കിലും ഒരുപാട് വലിയൊരു ഇതിലേക്ക് നമ്മൾ ഈ ക്വാണ്ടം നമ്പറിനെ അപ്രോച്ച് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ അതിനെ അങ്ങോട്ട് അസ്യൂം ചെയ്യാൻ പോവുകയാണ്. സോ n=4, നമ്മളൊരു ചെറിയ എക്സാമ്പിളിന് വേണ്ടി പറയുകയാണെങ്കിൽ ഇത്തിരി ഹൈ ആയിട്ട് എബോവ് 400 I am going to consider n=435. If principal quantum number is very large like this, n=435, then this orbital radius will be about Rn. Rn means here n is 435. So R435 will be approximately 0.01 millimeter. അത് ആലോചിച്ചാൽ തന്നെ അറിയാം മില്ലിമീറ്റർ റേഞ്ചിലേക്ക് എത്തി. മില്ലിമീറ്റർ റേഞ്ചിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1 millimeter എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂഷ്വൽ സ്കെയിലിൽ വെച്ച് നമുക്ക് മെഷർ ചെയ്യാം. 1 meter, 1 millimeter അതിനേക്കാളും ചെറിയ അളവാണ്. ഒബ്വിയസ്ലി 0.01 millimeter cannot be measured using our naked eyes, but using any of the microscopical methods you can see that object which is having a radius of 0.01 millimeter. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തതാണ്, നാനോ അല്ലെങ്കിൽ മൈക്രോ വേൾഡിൽ നിന്ന് നമ്മൾ അതിനെ വലുതാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. സോ ഇപ്പോൾ നമുക്ക് എന്ത് പറയാൻ കഴിയും, ഇറ്റ് മേ ഒബേ ക്ലാസിക്കൽ തിയറീസ്. സോ ഓൺലി ക്വാണ്ടം മെക്കാനിക്കൽസ് തിയറീസ് മാത്രം ഒബേ ചെയ്തിരുന്ന ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. നൗ ദിസ് ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ n=435th orbit. So what is the case? This hydrogen atom is very large, highly excited. So അപ്പോൾ നമുക്ക് ക്ലാസിക്കൽ തിയറീസിൻ്റെ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി ബോർ തിയറി എപ്പോഴാണ് ഇത് റേഡിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്? ഒരിക്കലും 435 എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ ഇരിക്കുന്ന ഓർബിറ്റിലിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റം സ്റ്റേബിൾ ആണെങ്കിൽ ഒരിക്കലും അത് റേഡിയേറ്റ് ചെയ്യില്ല. But when it is getting radiated, a hydrogen atom dropping from the nth energy level to any nth energy level emits a photon. So നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് ഇനീഷ്യലി ni എന്ന എനർജി ലെവലിലായിരുന്നു, ഫൈനലി അത് NF എന്ന എനർജി ലെവലിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ, അപ്പോൾ n=435 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അതൊരു വലിയ എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കുന്നത്. സോ ഇറ്റ് വിൽ നോ ലോങ്ങർ സിറ്റുവേറ്റ് ഇൻ ദാറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. സോ ഇറ്റ് വിൽ കം ബാക്ക്, ഒബ്വിയസ്ലി ഇറ്റ് വിൽ കം ബാക്ക് ടു ആൻ എനർജി ലെവൽ. സോ ni ഇനീഷ്യൽ എനർജി ലെവലിൽ നിന്നും NF എന്ന ഫൈനൽ എനർജി ലെവലിലേക്ക് അത് താഴേക്ക് വരുന്നു. At that time it will emit a radiation, and according to quantum theory or Bohr theory, the frequency of radiation emitted by this transition from Ni to NF is given by minus E1 divided by H into 1 by NF square minus 1 by Ni square. Okay, I hope this equation is clear for you. That is, ഒരു particular energy level ഇരിക്കുമ്പോൾ h nu is equal to minus E1 divided by NF square ആണ്. ദെൻ അടുത്ത എനർജി ലെവലിരിക്കുന്ന സമയത്ത് മൈനസ് E1 ഡിവൈഡഡ് ബൈ Ni സ്ക്വയർ ആണ്. സോ ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസിഷൻ ഫ്രം ദിസ് എനർജി ടു ദിസ് എനർജി വിൽ ബി ഡിഫറൻസ് ഇൻ ദിസ് എനർജീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കാണിക്കും, എനർജി ഡിഫറൻസ് ഡെൽറ്റ E is equal to delta H nu എന്ന് കാണിക്കുകയാണെങ്കിൽ ദിസ് മൈനസ് ഇതെന്ന് കാണിക്കും. അങ്ങനെ നമുക്ക് ന്യൂ മാത്രമാണ് കിട്ടുന്നതെങ്കിൽ ന്യൂ is equal to minus E1 divided by H കൊണ്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്യും ഇൻറ്റു 1 by NF സ്ക്വയർ മൈനസ് 1 by Ni സ്ക്വയർ. അത് തിരിച്ചോ, Ni മാറിയോണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ കിട്ടുന്നത്. അക്കോർഡിംഗ് ടു ബോർ തിയറി, ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എമിറ്റഡ് when electron is moving from one orbit to another orbit is given by minus E1 by H, 1 by N square minus 1 by Ni square. Now I am going to write let n be the initial quantum number. Initially അത് n-ലായിരുന്നു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫൈനലി ഒരു ക്വാണ്ടം നമ്പറിലേക്ക് അത് വരുന്നുണ്ട്. ഫൈനൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് നമ്മൾ n-p എന്നെടുക്കുകയാണ്.
ഫൈനൽ കോണ്ടന്റ് നമ്പർ ബി n മൈനസ് പി. സോ n എന്ന് പറയുന്ന ഇനീഷ്യൽ, n മൈനസ് പി എന്ന് പറയുന്നതാണ് ഫൈനൽ കോണ്ടന്റ് നമ്പർ. ഓക്കെ, അപ്പോൾ ഒരു പി ഡിഫറൻസിൽ. സോ ഇനി എൻ ഐയും എൻ എഫും എന്ന് പറയുന്നത് രണ്ട് ലാർജ് കോണ്ടന്റ് നമ്പേഴ്സാണ്. അതായത് 435 എന്ന് പറയുന്ന എൻ ഐയിലായിരുന്നു ഇനീഷ്യലി അത് ഇരുന്നിരുന്നത്, 435-ലാണ്. അപ്പോൾ ഒരു കുറച്ച് ലെവലുകൾ താണിട്ട് അതിൽ 400-ലേക്കോ അല്ലെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് 430-ലേക്കോ മറ്റോ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ആണ് അതിലുള്ള ഡിഫറൻസ് അല്ലേ. അതായത് 435-ൽ നിന്നും അത് വരുന്നത് 430 എന്ന് പറയുന്ന എന്നിലേക്കാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. When you compare with the values of NF and NI, this value of difference, that is 5, is very small. Okay, അപ്പോൾ ഈ P എന്ന് പറയുന്ന ആൾ വളരെ നെഗ്ലിജിബിളി സ്മോൾ ആണ് when you consider the value of principal content number N. അപ്പോൾ N എന്ന് പറയുന്നത് ഇനീഷ്യൽ കോണ്ടന്റ് നമ്പർ, N മൈനസ് പി എന്ന് പറയുന്നതാണ് ഫൈനൽ കോണ്ടന്റ് നമ്പർ. അത് ജനറലി എഴുതിയെന്ന് മാത്രം. ഇത് ഒരു പെർട്ടിക്കുലർ കേസ് ഈ രീതിയിലാണ് സംഭവിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞു മാത്രം. സോ ജനറലി ഇറ്റ് ഈസ് ദ കേസ്. ഓക്കെ, ഇനി ഈ പി എന്ന് പറയുന്നത് വെൻ യു കമ്പയർ വിത്ത് എൻ ഇറ്റ് ഈസ് വെരി മച്ച് സ്മോളർ. ഓക്കെ, വെരി ലെസ് ദാൻ എൻ. പി ഈസ് വെരി ലെസ് ദാൻ എൻ. അപ്പോൾ നമുക്ക് അവിടെ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഇക്വേഷനിൽ എനർജിക്ക് കിട്ടിയ ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഒന്ന് റീറൈറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ന്യൂ ഈസ് ഈക്വൽ ടു മൈനസ് E1 ഡിവൈഡഡ് ബൈ H ഇൻറ്റു 1/NF സ്ക്വയർ മൈനസ് 1/NI സ്ക്വയറിൽ NFനും NIക്കും നമ്മളിപ്പോൾ കിട്ടിയിട്ടുള്ള ഈ രണ്ട് വാല്യൂസ് Nനും N മൈനസ് പിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷനൊന്ന് റീറൈറ്റ് ചെയ്യുക ആദ്യം. സോ അത് റീറൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ന്യൂ ഇസ് ഈക്വൽ ടു മൈനസ് E1 ഡിവൈഡഡ് ബൈ H ഇൻറ്റു 1/N മൈനസ് പി സ്ക്വയർ. NF സ്ക്വയറിന് പകരം 1/N മൈനസ് പി എന്നാവും, മൈനസ് 1/N സ്ക്വയർ. NIക്ക് പകരം N എന്ന് തന്നെ. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് LCM എടുത്തെഴുതുന്ന സമയത്ത് ഇൻറ്റു വി വിൽ ബി ഗെറ്റിംഗ് N സ്ക്വയർ ഇൻറ്റു N മൈനസ് പി ഹോൾ സ്ക്വയർ, N സ്ക്വയർ മൈനസ് N minus p the whole square. So we will be getting, this is N minus p the whole square, it will be N square plus p square minus 2np. This is N square. അപ്പോൾ ഈ ഒരു അരിത്മെറ്റിക് കാൽക്കുലേഷൻ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 2np മൈനസ് പി സ്ക്വയർ മാത്രം കിട്ടും ന്യൂമറേറ്ററിൽ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ N സ്ക്വയർ ഇൻറ്റു N സ്ക്വയർ മൈനസ് പി സ്ക്വയർ എന്ന് വരും. ഓക്കെ, ആൻഡ് according to our consideration, n is very much greater than p or p is very much less than n. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ കഴിയും 2np മൈനസ് പി സ്ക്വയർ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു ദ വാല്യൂ 2np. എന്തുകൊണ്ടാണ്? n എന്ന് പറയുന്നത് വളരെ വലിയൊരു ക്വാണ്ടിറ്റിയാണ്, പി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ പി സ്ക്വയർ എടുത്ത് അതിൽ നിന്നും സബ്ട്രാക്റ്റ് ചെയ്യുമ്പോഴും വലിയൊരു വ്യത്യാസമൊന്നും ഈ 2npക്ക് സംഭവിക്കുന്നില്ല. n എന്ന് പറയുന്നത് 435 ആണ് വിചാരിക്കാം. 435നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ 400 ആണെങ്കിൽ പോലും നമുക്ക് 800 കിട്ടി. ഈ 800-ൽ നിന്ന് നമുക്കിവിടെ പി എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത്, ഇപ്പോൾ ഈ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ 5 പി ആയിട്ട് എടുത്തത് അല്ലേ. അപ്പോൾ പി സ്ക്വയർ എടുക്കുമ്പോൾ 25 വരും. അപ്പോൾ 800 നിന്ന് 25 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 775 ആണ് കിട്ടുന്നത്. അത് ഏകദേശം 800-നടുത്തൊരു വാല്യൂ ആണ്, ഒരുപാട് വ്യത്യാസമൊന്നും ഇല്ലാത്തൊരു വാല്യൂ ആണ് പിയുമായി കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ കഴിയും? 2np മൈനസ് പി സ്ക്വയർ എന്ന് പറയുന്നത് ഏകദേശം 2npക്ക് ഈക്വലാണ്. നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുമല്ലോ പല കേസുകളിലും, അങ്ങനെ നമുക്ക് എടുക്കാൻ കഴിയും. വേറൊരു റിസൾട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നത് n മൈനസ് പി ദ ഹോൾ സ്ക്വയർ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു n സ്ക്വയർ. വാട്ട് ഈസ് ദ റീസൺ? p ഈസ് വെരി സ്മോൾ. സിൻസ് p ഈസ് വെരി സ്മോൾ യു ക്യാൻ നെഗ്ലക്ട് ദിസ് p ഹിയർ. Okay, since n is very large, so n minus b the whole square can be approximated as n square. Okay, അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. 2np മൈനസ് പി സ്ക്വയർ ഈക്വൽ ടു 2np, n മൈനസ് പി ഹോൾ സ്ക്വയർ ഈക്വൽ ടു n സ്ക്വയർ. അത് നമ്മൾ ഈ ഇക്വേഷനിൽ ജനറൽ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2np മൈനസ് പി സ്ക്വയറിനെ നമ്മൾ എന്താക്കി എടുത്തു? 2np മൈനസ് പി സ്ക്വയർ ഇസ് അപ്രോക്സിമേറ്റഡ് ആസ് 2np. divided by n square into n square minus p square. n square into n square minus p square എന്താക്കി? നമുക്ക് അതായത് n മൈനസ് പി ദ ഹോൾ സ്ക്വയറിനെ നമ്മൾ n സ്ക്വയർ ആക്കി എടുക്കാമെന്ന് പറഞ്ഞു. സോറി, ഇത് n സ്ക്വയർ മൈനസ് പി സ്ക്വയർ അല്ല, n മൈനസ് പി ദ ഹോൾ സ്ക്വയർ ആയിരുന്നു മുകളിലത്തെ ഇക്വേഷനിൽ.
ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് n സ്ക്വയർ തന്നെ ആക്കി എടുക്കാം. സോ n സ്ക്വയർ ഇൻറ്റു n സ്ക്വയർ. സോ ഇറ്റ് വിൽ ബി minus e1 divided by h into 2p divided by n cube. I am cancelling out this term. ഓക്കെ, ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇഫ് യു ആർ കൺസിഡറിങ് p ഈസ് ഈക്വൽ ടു 1, അതായത് n ഈക്വൽ ടു 435 നിന്നും n ഈക്വൽ ടു 434 വരുന്നതെന്ന് വിചാരിക്കാം. p 1 തന്നെ ആയിക്കൊള്ളുന്നില്ല, p വളരെ ചെറിയ ഏതെങ്കിലും ഒരു വാല്യൂ ആണ്. ഞാൻ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഐ ആം ടേക്കിംഗ് ആസ് p ഈക്വൽ ടു 1. അപ്പോൾ 435 നിന്നും 434 എന്ത് വരുന്നത്, ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ pനെ നമുക്ക് ഇവിടുന്ന് 1 ആക്കി കളയാം. സോ ഇറ്റ് ക്യാൻ ബി ഇൻറ്റു 1 അല്ലേ, അപ്പോൾ അവിടെ 2/n³ എന്ന് മാത്രം വരുള്ളൂ. സോ മൈനസ് e1 ഡിവൈഡ് ബൈ h ഇൻറ്റു 2/n³. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ദ സെയിം റിസൾട്ട് ദാറ്റ് വി ഹാവ് ഒബ്റ്റെയിൻഡ് ഏർലിയർ. അതായത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് തിയറി നമുക്ക് പറഞ്ഞു തന്ന റിസൾട്ട്. അക്കോർഡിംഗ് ടു ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, ദ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റഡ് ഫ്രം an orbiting nucleus of an orbiting atom is given by this expression, minus e1 divided by h into 2/n³. Here this expression is obtained from Bohr theory. So both results are same. When these two results are coinciding, these two results coincides only at a very high quantum numbers like 435. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണ്? The requirement that quantum physics give the same result as classical physics is the limit of large quantum numbers. And this was known as Bohr's correspondence principle. Okay, അപ്പോൾ Bohr's correspondence principle സ്റ്റേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ, ഇപ്പോൾ ഈ പറഞ്ഞതാണ് എന്ത്, കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ. ഇതൊരിക്കലും ഒരു കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിളിനുള്ള ഡെറിവേഷൻ ഒന്നുമല്ല ഇപ്പോൾ ഈ പറഞ്ഞത്. പക്ഷേ ഇതൊരു സിമ്പിൾ കേസ് എടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി ഫ്രീക്വൻസി എടുത്ത് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അക്കോർഡിംഗ് ടു കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ, quantum physics gives the same result as classical physics in the limit of very large quantum numbers. അതാണ് റിസൾട്ട്. അതിപ്പോൾ ഫ്രീക്വൻസിയുടെ കേസ് മാത്രം എടുത്ത് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇറ്റ് വിൽ ബി ട്രൂ ഇൻ കേസ് ഓഫ് എനി അതർ പാരാമീറ്റേഴ്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ.